ശാന്തി. ഞാൻ ബാപ്പ് സമാനം മാസ്റ്റർ വിശ്വകല്യാണകാരി ആത്മാവാകുന്നു. ഞാൻ ദിവ്യബുദ്ധിയിലൂടെ സ്വയം തന്നെ കാണുന്നു. മസ്തകമധ്യത്തിൽ മിന്നിത്തിളങ്ങുന്ന ഞാൻ ഒരു ദിവ്യ നക്ഷത്രമാണ്. ഞാൻ ജ്യോതി ബിന്ദു ആത്മാവാണ്. സുപ്രീം ബിന്ദു സദാ കല്യാണകാരി ശിവപിതാവിൻ്റെ സന്താനമാണ്. ഞാൻ ബാപ്പ് സമാനം സത്യ അലൗകിക സേവാധാരിയാണ്. ഞാൻ ആത്മാവ്, ജ്ഞാനസൂര്യ വിശ്വകല്യാണകാരി ബാബയ്ക്ക് സമാനം മാസ്റ്റർ വിശ്വകല്യാണകാരിയാണ്. മുഴുവൻ വിശ്വത്തെയും സത്യോഗി സ്വർഗമാക്കാനുള്ള യജ്ഞം ശിവബാബ രചിച്ചിരിക്കുന്നു. ഓരോ ആത്മാക്കളെയും ദിവ്യ ഗുണങ്ങളാലും ശക്തികളാലും ബാബ അലങ്കരിക്കുകയാണ്. ഇത് ജീവൻ മുക്തി നൽകുന്ന വിചിത്രമായ യജ്ഞമാണ്. ഈ യജ്ഞത്തിൻ്റെ സേവയിൽ ഞാൻ സദാ തത്പരനായിരിക്കുന്നു. ഞാൻ സത്യമായ ബ്രാഹ്മണനാണ്. ശരീരവും മനസ്സും ധനവും യജ്ഞസേവയിൽ സമർപ്പിക്കുന്നു. ഞാൻ സത്യമായ ഹൃദയത്തോടെ യജ്ഞസേവ ചെയ്യുന്നു. കേവലം ഭാരതത്തിൻ്റെ മാത്രമല്ല, സമ്പൂർണ്ണ വിശ്വത്തിൻ്റെ സേവ ചെയ്യുന്നു. രുദ്രശിവബാബയുടെ സഹയോഗിയായി എൻ്റെ രാജ്യം സ്ഥാപിക്കുകയാണ്. സത്യമായ യജ്ഞസ്നേഹിയായി ഞാൻ ഭാരതത്തെ സ്വർഗമാക്കുന്നു. ഞാൻ സദാ ഈ സ്മൃതിയിലിരിക്കുന്നു. എന്നെ സ്വയം പരംപിത പരമാത്മാ പഠിപ്പിക്കുന്നു. എന്നെ വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. എന്നെ ബ്രാഹ്മൺസോ ദേവതയാക്കുന്നു. ഞാൻ ഭാരതത്തിൻ്റെ വിലപ്പെട്ട സേവകനാണ്. ശ്രീമതത്തിലൂടെ, ശരീരം മനസ്സ് ധനത്തിലൂടെ ഭാരതത്തെ രാമരാജ്യമാക്കുന്ന സേവനം ചെയ്യുന്നു. ഞാൻ സത്യമായ അലൗകിക സേവാധാരിയാണ്. ശ്രീമതമനുസരിച്ച് എല്ലാവരെയും രാവണന്റെ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്ന സേവനം ചെയ്യുന്നു.
ഞാൻ ആദ്യം പാവനമായി മറ്റുള്ളവരെയും പാവനമാക്കുന്നു. ബാബ വന്ന് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരുന്നു. ബാബ ശ്രേഷ്ഠമായ വഴി സഹജമായി പറഞ്ഞു തരുന്നു. ബാബ എന്നെ പാവനമാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി വന്നിരിക്കുന്നു. സത്യയുഗത്തിൽ ഭാരതം പാവന ഭൂമിയായിരുന്നു. ഇപ്പോൾ പതിതമായിരിക്കുന്നു. ഇപ്പോൾ ഗുപ്തമായി ബാബയിലൂടെ വീണ്ടും പാവനലോകം അഥവാ സുഖധാമം നിർമ്മിക്കുകയാണ്. ഞാൻ ശിവശക്തിയാണ്. ഗുപ്തമായ രീതിയിൽ ഭാരതത്തിൻ്റെ വലിയ സേവനം ചെയ്യുന്നു. സത്യമായ ബാബ സത്യമായ പഠിപ്പ് പഠിപ്പിക്കുന്നു. കൽപ്പം മുമ്പും എന്നെ ബാബ നരനിൽ നിന്നും നാരായണനാക്കി മാറ്റിയിരുന്നു. ബാബ ഭാരതത്തിൻ്റെ ആത്മീയ സേവനം ചെയ്യുന്നു എന്ന ലഹരിയിലിരിക്കുന്നു. അരകൽപ്പം ഞാൻ ദേഹാഭിമാനിയായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, അശരീരിയായി മാറൂ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഞാൻ ആത്മാവ് പുരുഷാർത്ഥം ചെയ്ത് സ്വർഗത്തിലെ ദേവതയാവുകയാണ്. നിമിഷം പ്രതി ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ച് ഞാൻ വികർമ്മം വിനാശമാക്കുകയാണ്. ഭാരതത്തെ സുഖധാമമാക്കി മാറ്റുക എന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്, കർത്തവ്യമാണ്. ഡ്രാമ പ്ലാൻ അനുസരിച്ച് സൃഷ്ടി പഴയതാവുക തന്നെ ചെയ്യും. ദുഃഖഹർത്ത സുഖകർത്താവായ ബാബ ദുഃഖിയായ ഭാരതത്തെ സുഖിയാക്കി മാറ്റുന്നു. ഡ്രാമയിൽ കൽപ്പം മുമ്പ് എന്താണോ ഉണ്ടായത് അത് ആവർത്തിക്കുക തന്നെ ചെയ്യും. ബാബ വന്ന് മുള്ളിൽ നിന്ന് പൂക്കളാക്കി മാറ്റുന്നു. ബാബ കുട്ടികളുടെ സേവനം ചെയ്ത് ധനവും സമ്പത്തും നൽകി സ്വയം വാനപ്രസ്ഥത്തിലേക്ക് പോകും. ഞാൻ മധുരമായ വീട്ടിലേക്ക് പോയി പിന്നീട് മധുരമായ രാജധാനി സ്വീകരിക്കും. സത്യമായ നിഷ്കാമ സേവാധാരി ഒരേ ഒരു ബാബയാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പിന്നീട് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. ഞാൻ ബാബയുടെ സമാനം ലളിതവും നിരാകാരിയും നിർവികാരിയുമായി മാറുന്നു. പരിധിയില്ലാത്ത പുരുഷാർത്ഥം ചെയ്ത് പരിധിയില്ലാത്ത സുഖം പ്രാപ്തി ചെയ്യുന്നു. ഡ്രാമയെന്ന് പറഞ്ഞ് നിന്നു പോകരുത്. അവ്യക്ത സ്വരൂപത്തിൻ്റെ തപസ്യയിലൂടെ
ശക്തിശാലി വായുമണ്ഡലം സൃഷ്ടിക്കുന്നു. ഞാൻ നിരന്തരം തപസ്യയിൽ ശ്രദ്ധിക്കുന്നു. ബാബ നൽകിയ അവ്യക്ത ഫരിസ്താഭവ എന്ന വരദാനത്തിൻ്റെ സ്മൃതി സ്വരൂപമാകുന്നു. സമ്പർക്കത്തിൽ വരുന്നവർ വ്യർത്ഥവും വ്യക്തവുമായ കാര്യങ്ങളിൽ നിന്നും ഉപരിയായി പോകും. സർവശക്തിവാനായ അച്ഛനെ പ്രത്യക്ഷപ്പെടുത്താൻ ഞാൻ ഏകാഗ്രതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. ഓം ശാന്തി.